വിദ്യാർത്ഥിയുടെ കോഷൻ ഡെപ്പോസിറ്റ് തടഞ്ഞുവെച്ച കോളേജിന് പിഴ വിധിച്ച് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ. ഇടുക്കി പീരുമേട് അയ്യപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസാണ് പിഴ ഒടുക്കേണ്ടത്. സലീം മാലിക് ചേരുന്ന വിവരങ്ങളുമായി. സലീം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഒരു അങ്ങനെ അത്ര സാധാരണമല്ലാത്തൊരു നടപടിയാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷണറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ അത് മാതൃകാപരമാണെന്ന് പറയാതിരിക്കാനും കഴിയില്ല. 20,000 രൂപയാണ് വിദ്യാർത്ഥിയുടെ കോഷൻ ഡെപ്പോസിറ്റ് തടഞ്ഞുവെച്ച കോളേജിന് പിഴശിക്ഷ വിധിച്ചത്. ഇടുക്കി പീരുമേട് അയ്യപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിനാണ് പിഴ വിധിച്ചത്. ഇത് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ വിചാരണയ്ക്ക് ശേഷമാണ് ഈ ഉത്തരവുണ്ടായത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിക്ക് ലഭിക്കാനുള്ള കോഷൻ ഡെപ്പോസിറ്റ് നൽകിയില്ലെന്ന് കാണിച്ച് പിതാവായ പെരുമ്പള്ളിൽ സ്വദേശി പി സുരേഷ് കുമാർ വിവരാവകാശ അപേക്ഷ അയച്ചിരുന്നു. അതിന് മറുപടി നൽകിയില്ല. അതിനെ തുടർന്നുള്ള പരാതിയിലാണ് ഈ നടപടി ഉണ്ടായത്. കോളേജിലേക്ക് കുട്ടി തുക വല്ലതും നൽകാൻ കുടിശ്ശികയുണ്ടോ എന്ന് നോക്കിയ ശേഷം ഡെപ്പോസിറ്റ് ബാക്കിയുണ്ടെങ്കിൽ നൽകാമെന്നായിരുന്നു കോളേജ് അന്ന് അറിയിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് 2 വർഷമായിട്ടും പ്രശ്നം തീർപ്പാക്കിയില്ല. 2022 നവംബറിലും 2023 മെയ് മാസത്തിലും നൽകിയ പരാതികളോടും ജൂൺ നവംബർ മാസങ്ങളിൽ വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിനോടും പ്രിൻസിപ്പൽ പ്രതികരിച്ചിരുന്നില്ല. അതിന് പിന്നാലെയാണ് 2024 ജനുവരി 18-ന് കമ്മീഷൻ തിരുവനന്തപുരത്തേക്ക് പ്രിൻസിപ്പലിനെ ഹിയറിംഗിന് വിളിച്ചത്. പക്ഷേ ആ ഹിയറിംഗും പ്രിൻസിപ്പൽ എത്തിയില്ല. അതിനുശേഷം കമ്മീഷൻ സമൻസ് അയച്ച് 2024 മെയ് 9-ന് വരുത്തിയപ്പോൾ നൽകിയ മൊഴിയും തൃപ്തികരമല്ല എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതിനുശേഷമാണ് വിവരങ്ങൾ ബോധപൂർവം വൈകിപ്പിക്കുകയും വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടും മറുപടി നൽകുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തുകയും ചെയ്തത് കാരണം ഈ ശിക്ഷ വിധിച്ചത്. ഈ മാസം 30-നകം തന്നെ പിഴ കൊടുക്കണം. ഇക്കാര്യം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇല്ലെങ്കിൽ കളക്ടർ മുഖേന ജപ്തി നടപടിയിലൂടെ തുക വസൂലാക്കുമെന്നും ഈ ഉത്തരവിലുണ്ട്. ശരി, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകി.